2023 മാർച്ച് മാസം 2-ാം തീയതി ആ പുതിയ കമ്മിറ്റിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇവരെ 3 പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സമിതി തീരുമാനിക്കുന്നു അടുത്ത നിയമം വരുന്നതുവരെ. എന്താ സംഭവിച്ചത്? അത് ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അത് കോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവിൻ്റെ നിയന്ത്രണാധികാരത്തിന് പുറത്തായിരിക്കണം ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം. അതിൻ്റെ നിഷ്പക്ഷത വളരെ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യത്തിനെന്ന് പറയാനുള്ള കാരണം നേരത്തെ ഉണ്ടായിരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് അശോക് ലവാസയുടെ കാര്യം വരുന്നത്. അശോക് ലവാസ എത്രയെത്ര കേസുകളാണ് ഇലക്ഷൻ കമ്മീഷൻ 2019 റിപ്പോർട്ട് ചെയ്തെന്നറിയാമോ? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രമല്ല, കട്ടാരിയുടെ ഒരു കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ്, പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ 72 മണിക്കൂർ ബാൻ ചെയ്ത ഇലക്ഷൻ കമ്മീഷണറാണ് അശോക് ലവാസ. ആ അശോക് ലവാസ പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരമായി വാർത്തയിൽ പ്രധാനമന്ത്രി അന്ന് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കാൻ വരുന്നതിനെ കുറിച്ച് കമ്മ്യൂണൽ ഓവർടോണിലുള്ള റിയാക്ഷൻ നടത്തി എന്ന പേരിലൊരു പരാമർശം കൊടുത്തിട്ട് അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആ അശോക് ലവാസയുടെ ഡിസെന്റിംഗ് നോട്ട് അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് ചെയ്തു അശോക് ലവാസ? ഇലക്ഷൻ കമ്മീഷന്റെ മീറ്റിംഗിൽ പോവാതായി. കാരണം താൻ പറയുന്നതൊന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. ഡിസെന്റിംഗ് നോട്ട്, നമ്മളിപ്പോൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഡിസെന്റിംഗ് നോട്ട് രേഖപ്പെടുത്തിയെങ്കിലും ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗത്തിന്റെ തന്നെ അഭിപ്രായം അശോക് ലവാസയുടെ കാലത്ത് ഇലക്ഷൻ കമ്മീഷണർ രേഖപ്പെടുത്താത്ത ചരിത്രമുണ്ട്. ആ അശോക് ലവാസ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നേരിട്ട ബുദ്ധിമുട്ട് നേരത്തെ വിവരിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 5 അംഗങ്ങളാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നത്. ഒരു കുന്തവും കിട്ടിയില്ല.